ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അനഘ അവിടെ എല്ലാവരെയും കണ്ടെത്തുന്നതിന്റെ ശ്രമത്തിനിടയിൽ സന്ദീപും ആതിരയും മുകളിലത്തെ നിലയിലുള്ള സൈഡിലായി ഒളിച്ചിരുന്നു. അപ്പോഴേക്കും ആതിരയെ തന്റെ അരികിൽ കിട്ടിയത് കൊണ്ട് സന്ദീപും ആതിരയും ഓരോ കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്തിക മറ്റാരെയോ ഫോണിൽ ബന്ധപ്പെടുന്നതിന് വേണ്ടി അതുവഴി എത്തുന്നത്. റേഞ്ച് തപ്പി അതിലെ എത്തുന്ന അവന്തിക ആതിരയും സന്ദീപും തമ്മിലുള്ള സംസാരം കേൾക്കുകയും അത് അവർ തന്നെയാണെന്നുള്ള സംശയത്തോടെ അവന്തിക അവരുടെ മുന്നിലേക്ക് എത്തുന്നു. അവന്തികയെ കണ്ടതും സന്ദീപും ആതിരയും ചാടി എഴുന്നേറ്റു. ഉടനെ തന്നെ ആതിര ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും പിന്നാലെ സന്ദീപും ഒരു വളിച്ച ചിരിയോടെ അവിടെ നിന്ന് ഇറങ്ങണം. ആതിര ഒന്നും മിണ്ടാതെ പതുക്കെ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അനഘ മറ്റുള്ളവരെ കണ്ടെത്താനായി ഓടിപ്പോകുമ്പോഴാണ് ആതിര പതിയെ സ്റ്റെയർ ഇറങ്ങി വരുന്നത് സച്ചിയും അർച്ചനയും കാണുന്നത്. ആതിരയോട് വേഗം ഇറങ്ങി വന്ന് സാറ്റടിക്കാനായി പറഞ്ഞിട്ടും സ്നേഹ വിളിച്ചിട്ടും ആതിര പതുക്കെ പതുക്കെ സ്റ്റെയർ ഇറങ്ങി വരുന്നതാണ് കണ്ടത്. അപ്പോഴേക്കും ആതിരയെ കണ്ട സന്തോഷത്തിൽ അനഘ ഓടി വന്ന് സാറ്റടിച്ചു. ഇത് കണ്ട ഉടനെ തന്നെ അർച്ചന ആതിരയ്ക്ക് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലാക്കിയതോടെ ആതിരയുടെ അരികിലേക്ക് എത്തി എന്താ മോളെ നീ അടിക്കാതിരുന്നത് എന്ന് അന്വേഷിച്ചു. ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആതിര ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. ഈ സമയത്ത് അവിടുത്തെ സ്റ്റോർ റൂമിനുള്ളിൽ കയറിയ ആവണി മോള് അവിടെ നിന്ന് ഒരു ബോക്സ് കണ്ടെത്തുന്നു. അതിൽ ആകെ കൗതുകം തോന്നിയ ആവണി മോള് അതുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് ആതിര ആ ഡൈനിങ് ടേബിളിന് അരികിലെത്തി വെള്ളം കുടിക്കാനായി ഒരുങ്ങുന്ന സമയത്ത് വെള്ളമെടുത്ത് അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ദീപും താനും കൂടി തനിച്ച് അവിടെ അല്പനേരം ചെലവിട്ടതിന്റെ ആ ഓർമ്മ ആതിരയുടെ മനസ്സിലേക്ക് എത്തി. ആതിര അതിനെക്കുറിച്ച് ഓർത്ത് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്തിക അതുവഴി എത്തുന്നത്. വെള്ളം കുടിച്ചതിന് ശേഷം ആതിര പോകാൻ തുടങ്ങുമ്പോഴാണ് തന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന അവന്തികയെ ആതിര ശ്രദ്ധിച്ചത്. ഉടനെ തന്നെ ആതിരയ്ക്ക് അരികിലേക്ക് അവന്തിക എത്തുന്നു. ആതിര ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയും പരിഭ്രമത്തോടെ ആതിര പോകാൻ ഒരുങ്ങുന്നത് കണ്ട് ആ നിമിഷം തന്നെ അവന്തിക ആതിരയുടെ മുഖത്ത് അടിക്കുന്നു. ഇത് കണ്ട ഉടനെ ആതിര ദേഷ്യത്തോടെ അവന്തികയെ നോക്കിയതും എന്തിനാ എന്നോട് ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ ആതിര നോക്കുന്നത് കണ്ട് അവന്തിക പറഞ്ഞു, ഞാൻ എന്തിനാ നിന്നെ ഇത് ഇങ്ങനെ അടിച്ചതെന്ന് നിനക്കറിയാം. എന്നെ കൊണ്ട് അത് നീ പ്രത്യേകിച്ച് പറയിക്കണ്ട. ഇനി മേലാൽ ഇമാതിരി പരിപാടി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എന്റെ അനുജന്റെ പിന്നാലെ നീ നടക്കണ്ടായെന്ന്. അവനെ കൈക്കറികൾ കാണിച്ച് അവനെ നിന്റെ വശത്താക്കാമെന്ന് നീ വിചാരിക്കണ്ട. പിന്നെ ഇനിയും അവൻ നിന്റെ പിന്നാലെയാണ് വരുന്നത് എങ്കിൽ അറിയാവല്ലോ ഒരു തവണ അവന്റെ ജീവൻ ഏതൊരവസ്ഥയിൽ വരെ എത്തിയെന്ന്. ഇനിയും അവൻ അതുപോലെ തല്ലുകൊണ്ട് അവശനായി കിടക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ നീ കാരണം ഉണ്ടാക്കണോ വേണ്ടിയോ എന്ന് നീ തന്നെ ആലോചിച്ച് നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആതിരയോട് അവന്തിക അങ്ങനെ പറഞ്ഞതിന് ശേഷം ആതിര വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. ഇനി മേലാൽ നീ അവന്റെ പിന്നാലെ നടന്നാൽ നിന്നെ ഈ ആതിര എന്ന് പറയുന്ന അങ്ങനെ പേരിട്ട് വിളിക്കുന്ന ഈ ശരീരം ഞാൻ അങ്ങ് ഇല്ലാതാക്കോ, മനസ്സിലായോ എന്ന് പറഞ്ഞ് അവന്തിക ആതിരയെ ഭീഷണിപ്പെടുത്തണം. ആതിര ആകെ സങ്കടത്തോടെ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോകുന്നു. അർച്ചനയും ശശിയും ഇരിക്കുന്ന റൂമിനരികിലേക്ക് എത്തി ആതിര പൊട്ടിക്കരഞ്ഞു. എന്താ കാര്യം എന്നറിയാതെ ആതിരയുടെ ആ വരവ് കണ്ടതോടെ അർച്ചന ചോദിച്ചു, എന്താ മോളെ? അപ്പോഴേക്കും ശശി മറ്റു സ്ഥലത്തായതുകൊണ്ട് അർച്ചന കാര്യം ആതിരയുടെ അരികിലേക്ക് എത്തി അന്വേഷിച്ചു. എന്താ മോളെ, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? എന്ത് പറ്റി? നിനക്കാകെ വല്ലാത്ത വിഷമമുണ്ടല്ലോ, എന്താ കാര്യം എന്ന് അർച്ചന ചോദിച്ചതും ആതിര നടന്ന സംഭവങ്ങൾ അർച്ചനയോട് പറയുന്നു. അവന്തിക തന്റെ കർണത്തടിച്ചു എന്നുള്ള ആ വാർത്ത കേട്ടതും എന്താ കാരണമെന്ന് അന്വേഷിച്ചതും അവന്തിക തല്ലാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് അർച്ചനയോട് ആതിര വെളിപ്പെടുത്തുന്നു. എല്ലാം കേട്ടതിനു ശേഷം അർച്ചന കലിതുള്ളി നേരെ അവന്തികയുടെ റൂമിലേക്ക് എത്തുന്നു. അവന്തിക ആ സമയത്ത് തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അടുത്ത നീക്കങ്ങളെ കുറിച്ചുള്ള അടുത്ത പദ്ധതികളെ കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന വാതിൽ തുറന്ന് അവന്തികയുടെ മുന്നിലേക്ക് എത്തി. ഞാൻ നിന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് അവന്തിക പറയുമ്പോ അർച്ചന അകത്തേക്ക് കയറി ചോദിച്ചു, നീ എന്തിനാ എന്റെ അനുജത്തിയെ തല്ലിയത്? നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ട് തീർക്കണം, അല്ലാതെ എന്റെ അനുജത്തിയോട് ആ രീതിയിൽ പെരുമാറിയല്ല എന്റെ അനുജത്തിയെ വേദനിപ്പിച്ചല്ല അതിനുള്ള പകരം വീട്ടേണ്ടത്. ഇനി മേലാൽ നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ഇത് നിങ്ങൾക്ക് നേരെ തരാനായിട്ട് നിങ്ങളുടെ അനുജത്തിയോട് തല്ലിയല്ല ഞാൻ ഇതിന് പകരം വീട്ടുക, അത് നേരിട്ട് തരാനും എനിക്കൊട്ടും മടിയില്ല എന്ന് അർച്ചന പറയുമ്പോ അവന്തിക പറഞ്ഞു, അത് ശരി, അപ്പോ നീ എന്നെ വെല്ലുവിളിക്കാൻ വന്നതാണ് അല്ലെ? നിന്നെ വെല്ലുവിളിക്കേണ്ട ആവശ്യമൊന്നും തൽക്കാലം എനിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇപ്പൊ പറഞ്ഞതിന്റെ ആ ശൈലി വെച്ച് നീ എന്നെ നേരിട്ട് തല്ലുന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ആ തല്ല് കൊള്ളാനൊന്നും ഈ അവന്തിക ഇവിടെ ഉണ്ടാവില്ല. അതിനു മുൻപ് തന്നെ നിന്നെ തീർക്കാൻ എനിക്കറിയാം എന്ന് അർച്ചനയോട് അവന്തിക വെല്ലുവിളിക്കുന്നു. അത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയാ തോന്നിയതെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിങ്ങളെ നേരിട്ട് ഞാൻ തല്ലുമെന്നാണ് നിങ്ങൾക്ക് എന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അർച്ചന കലിത്തുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അവന്തികയുടെ ഓരോ നീക്കവും തനിക്ക് അറിയാവുന്നു. അതുകൊണ്ട് തന്നെ ഇനി മേലാൽ എന്റെ വീട്ടുകാരെയോ എന്റെ ആതിരമോളെയോ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവളെ ശാസിക്കാനോ അവളെ
എന്ത് തെറ്റ് ചെയ്താലും അവളെ നേർവഴിക്ക് നടത്താനോ ഞാനും മീരെടുത്തിയും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അത് ചെയ്യും. അല്ലാതെ വേറൊരാളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. പുറത്തുനിന്ന് മറ്റാരെയും അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുമില്ല എന്ന് അർച്ചന പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ സമയത്ത് ആതിരാകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് സന്ദീപ് അരികിലേക്ക് എത്തി. അർച്ചന തന്റെ റൂമിൽ നിന്ന് പോയ ആ നിമിഷം തന്നെ അവന്തിക താൻ ഏർപ്പാട് ചെയ്ത ഗുണ്ടാ സംഘത്തെ വിളിച്ച് നാളെ ഒരു ദിവസം നാളെ കഴിഞ്ഞാൽ ഒരിക്കലും ഇനി അർച്ചന ഈ ഭൂലോകത്തുണ്ടാകാൻ പാടില്ല. നാളെ നിങ്ങളോട് പറഞ്ഞ ഞാൻ കാര്യം നിങ്ങൾ നടപ്പിലാക്കിയിരിക്കണം എന്ന് അവന്തിക അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിനുശേഷം ഫോൺ വെച്ച് കഴിയുമ്പോൾ ആതിരയ്ക്കരികിലേക്ക് എത്തിയ സന്ദീപ് ആതിരയുടെ സങ്കടത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു. താനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്കും ആകെ ഒരു മൂഡ് ഓഫ് ആണ്. തന്റെ ഈ സന്തോഷമില്ലാത്ത ഈ മുഖം നോക്കി എങ്ങനെയാണോ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഇനിയെങ്കിലും തന്റെ മനസ്സിന്റെ വിഷമം എന്താണെന്നൊന്ന് പറ, തനിക്ക് എന്താ സംഭവിച്ചെന്നൊന്ന് പറ എന്ന് സന്ദീപ് വീണ്ടും വീണ്ടും ആതിരയോട് അന്വേഷിച്ചു. ആതിര അതിന് മറുപടി ഒന്നും പറയാറങ്ങനെ ഇരിക്കുമ്പോ സന്ദീപ് പറഞ്ഞു, അതെ ശരി, ഇനി താനത് പറയാൻ മടിയാണെങ്കിൽ താനത് പറയണ്ട. എങ്കിലും ഈ മുഖത്ത് ഒരു ചിരിയെങ്കിലും ഒന്ന് വരുത്തിക്കൂടെ, മറ്റുള്ളവരുടെ സമാധാനത്തിനെങ്കിലും എന്ന് സന്ദീപ് ചോദിച്ചതും ഉടനെ ആതിര ഒരു വളിച്ച ചിരിയോടെ സന്ദീപിനെ നോക്കുന്നത് കണ്ട് സന്ദീപ് പറഞ്ഞു, കൊള്ളാം, ഈ ചിരി കാണുമ്പോ എല്ലാവർക്കും സന്തോഷം തോന്നും. കാരണം അതുപോലൊരു ചിരിയാണല്ലോ ഇപ്പൊ ഈ കാണുന്നത്. അല്ല, ഒരു കാര്യം ഞാൻ പറയാം, തന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തി ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ താൻ അത് അതേ രീതിയിൽ തിരിച്ച് അവർക്ക് തന്നെ കൊടുത്തോണം. അല്ല, ഞാനിത് ആരോടായി പറയുന്നത്? എന്റെ വീട്ടിൽ കടന്നു വന്ന് മറ്റാരുടെയും അനുവാദമില്ലാതെ എന്റെ വീട്ടിലേക്ക് വന്ന് മുന്നിൽ തടസ്സമായി നിന്ന് അനഘയെ പിടിച്ചു മാറ്റി എന്റെ റൂമിലെത്തി എന്റെ കരണത്തടിച്ച ആളല്ലേ. അതുകൊണ്ട് തന്നെ തന്റെ ഇടത്തെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്റെ മനസ്സ് വേദനിപ്പിച്ച ആരാണെങ്കിലും അവർക്ക് താൻ തിരിച്ച് എങ്ങനെയാണോ പ്രതികരിക്കാൻ തോന്നുന്നത് അതേ രീതിയിൽ തന്നെ താൻ മറുപടി നൽകിക്കോണം. അത് ആരാണെങ്കിലും ശരി എന്ന് പറഞ്ഞതും ആതിര വീണ്ടും ആവർത്തിച്ച് സന്ദീപിനോട് ചോദിച്ചു, സത്യമാണോ? ആരാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തോട്ടെ? അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, തീർച്ചയായിട്ടും തനിക്ക് അത് ആരാണെങ്കിലും തന്നോട് പെരുമാറിയ രീതിയിൽ തനിക്കും അതിന് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ തന്നെ തനിക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും തന്റെ കൂടെ ഉണ്ടാകും എന്ന് സന്ദീപ് ആതിരയ്ക്ക് വാക്ക് നൽകുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെയാണ് എന്ന് ആതിര മറുപടി നൽകിയതും സന്ദീപ് പറഞ്ഞു, അതെ, അല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാടോ, തന്റെ കൈ കൊണ്ട് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരിക്കലും തന്നോട് ദേഷ്യം തോന്നില്ല, തന്നോട് ഇഷ്ടമേ ഉണ്ടാവൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ മുന്നിൽ നിൽക്കുന്നത് ഞാൻ തന്നെ എന്ന് സന്ദീപ് ആതിരയോട് അറിയിച്ചു. അപ്പോഴേക്കും അവന്തികയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവന്തിക കോൾ എടുത്തതും ആ സമയത്ത് അബ്ദുൽ ഖാദർ തന്റെ പിന്നാലെ തന്നെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അവന്തിക ഏർപ്പാട് ചെയ്ത ആ 3 ഗുണ്ടകളെയും കൈയോടെ പിടികൂടി അവരെ 3 പേരെയും ബന്ധനസ്ഥരാക്കി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് അബ്ദുൽ ഖാദർ വിളിക്കുന്നത്. കോൾ എടുത്ത ഉടനെ തന്നെ അവന്തിക ആരാണ് എന്ന് ചോദിച്ചതും ഉടനെ അബ്ദുൽ ഖാദർ പറഞ്ഞു, ഹേയ്, ഞാനൊരു പാവം ഡോക്ടറാണ്, പേര് അബ്ദുൽ ഖാദർ. അത് കേട്ടതും അവന്തികയ്ക്ക് ആകെ അപകടം മണക്കുന്നു. അവന്തിക പെട്ടെന്ന് എന്താ കാര്യം എന്നറിയാതെ സംശയത്തോടെ ഇങ്ങനെ ആലോചിച്ചതും തന്റെ കർണത്തിനിട്ട് അന്ന് അബ്ദുൽ ഖാദർ തല്ലിയ ആ ഒരു നിമിഷത്തെക്കുറിച്ച് അവന്തിക ഓർമ്മിച്ചു. അപ്പോഴേക്കും അബ്ദുൽ ഖാദർ പറഞ്ഞു, അതെ, ഞാൻ നിന്നെ വിളിച്ചത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ ആ 3 ഗുണ്ടകളുണ്ടല്ലോ എന്റെ പിന്നാലെ, നീ പറഞ്ഞയച്ചിരുന്നല്ലോ എന്റെ നീക്കങ്ങൾ, ഞാൻ ഇനി എന്തൊക്കെ ചെയ്യുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു എന്നെല്ലാം നീ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് എന്റെ പിന്നാലെ ഷാഡോ ആയിട്ട് അയച്ചവര്, അവരെ 3 പേരെയും ഞാൻ കൈയോടെ പിടികൂടിയിട്ടുണ്ട് കേട്ടോ. അവന്മാരുടെ കയ്യിൽ നിന്ന് എനിക്ക് വേണ്ടതെല്ലാം മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിന്നോടൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനൊരു ഗുഡ് ന്യൂസ് ആ സച്ചിയെയും അർച്ചനയും വിളിച്ച് പറയാനായി ഞാൻ അവരെ വിളിച്ചിരുന്നു. പക്ഷേ അവര് കോൾ എടുക്കാൻ തയ്യാറായില്ല. അവരുടെ സന്തോഷം അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരോട് പിന്നീട് സംസാരിച്ചപ്പോൾ അവർ വലിയ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞ സത്യങ്ങളൊന്നും തൽക്കാലം ഞാൻ അവരോട് പറയണ്ടായെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ സത്യങ്ങൾ അവരോട് പറഞ്ഞാൽ ആ നിമിഷം ചിലപ്പോ എല്ലാവരും പുറപ്പെട്ടിങ്ങ് പോന്നാലോ. അതുകൊണ്ടാണ്. അവര് സന്തോഷിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി അവന്തികെ, എനിക്ക് നിന്നോട് പറയാനുണ്ട്. നീ ഇപ്പൊ ആലോചിക്കുന്നത് എന്നെ ഇല്ലാതാക്കി ആ സേവിയറുടെ കൂടെ വിജയനെ ഇട്ടതുപോലെ എന്നെയും ആ കലറയിൽ കൊണ്ട് ഇടാനായിരുന്നിരിക്കും അല്ലെ നിന്റെ ഉദ്ദേശം? അപ്പോഴേക്കും അവന്തിക പെട്ടെന്ന് ആലോചിച്ചു, താൻ അന്ന് പറഞ്ഞ ആ കാര്യം ഇതെങ്ങനെ ഈ അബ്ദുൽ ഖാദർ അറിഞ്ഞു എന്ന് സംശയിച്ചതോടെ അവന്തിക പറഞ്ഞു, അതെ, നീ എന്റെ പിന്നാലെ പറഞ്ഞയച്ചവന്മാർക്കിട്ട് ആദ്യത്തെ 1-2 അടി ഞാൻ കൊടുത്ത സമയത്തേക്ക് അവന്മാര് എല്ലാം തന്നെ തത്ത പറയുന്നത് പോലെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ നിന്നോട് പറയാൻ വിളിച്ചതാണ്. വേറൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ നിന്റെ ഭർത്താവുണ്ടല്ലോ, ആ നന്ദഗോപൻ. ആ നന്ദഗോപൻ നിങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ എസ്റ്റേറ്റിൽ നിങ്ങൾ അവിടെ ചെല്ലുന്നതിന്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അതും ഞാൻ അറിഞ്ഞു. അപ്പോ ഇനി ആ ഗുഡ് ന്യൂസ് എത്രയും വേഗം നെല്ലിശ്ശേരി ഉള്ളവരെ അറിയിക്കണം. ഇപ്പോ സേതു സാർ മാത്രമാണല്ലോ അവിടെ ഉള്ളത്.
അതുകൊണ്ട് തന്നെ ഇനി ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ പുറപ്പെടുകയാണ് അവന്തിക. നീ ചെയ്തു കൂട്ടിയ ക്രൂരതകളെല്ലാം, നെല്ലിശ്ശേരി കുടുംബത്തോട് നീ കാണിച്ചിട്ടുള്ള ഇത്രയും നാളും കാണിച്ചു കൂട്ടിയ നെറുകേടുകളെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ സേതുമാധവൻ സാറിന് മുന്നിൽ ചെന്ന് പറയും. അത് ഫോണിലൂടെ പറയാവുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം അറിയിക്കുന്നില്ല. നേരിട്ട് തന്നെ ഇപ്പോൾ തന്നെ ഞാൻ പോവുകയാണ്. നിനക്കിനി എന്തൊക്കെ ഭീഷണികൾ ഉയർത്താമെന്ന് എനിക്കറിയാം. നീ ഏതൊക്കെ രീതിയിൽ എന്തെല്ലാം ഭീഷണികൾ ഉയർത്തിയാലും ശരി അവന്തിക, നിന്നെ ഇനി വെറുതെ വിടാൻ ഞാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇവിടെ നിന്ന് ഉടനെ തന്നെ ഞാൻ പുറപ്പെടുന്നത് നേരെ നെല്ലിശ്ശേരിയിലേക്കാണ്. ഇനി നീ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെയാണ് ഒരു പോംവഴി ഉള്ളതെന്ന് നീ തലപുകഞ്ഞ് ആലോചിച്ചോ? അത് മാത്രമാണ് ഇനി നിന്റെ കയ്യിലുള്ള ഏക പോംവഴി. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ അവന്തിക, ഇക്കാര്യം ഞാൻ നിന്നെ വിളിച്ചൊന്ന് അറിയിച്ചത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ സത്യങ്ങളൊക്കെ അവിടെ ചെന്ന് വെളിപ്പെടുത്താൻ പോകുമ്പോ നിനക്ക് അതിനു മുൻപ് എങ്ങോട്ടെങ്കിലും ഓടാൻ പറ്റുവാണെങ്കിൽ ഓടിക്കോട്ടെ എന്ന് കരുതിയാണ്. ഇനി അതുമല്ല, നീ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ അതും ഞാൻ എങ്ങനെയും ഇല്ലാതാക്കും. അതിനുള്ള വഴികളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് തന്നെയാണ് ഇപ്പോ ഞാൻ സേതുമാധവൻ സാറിന്റെ മുന്നിലേക്ക് പോകുന്നത്. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ അവന്തിക, നീ ഇനി രക്ഷപ്പെടാൻ എന്താ കുറുക്ക് വഴി ഉള്ളതെന്ന് ആലോചിച്ചോളൂ എന്ന് പറഞ്ഞ് ആ സമയത്ത് അബ്ദുൽ ഖാദർ ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ അബ്ദുൽ ഖാദറിന്റെ ഫോൺ കട്ടായതോടെ അവന്തിക അല്പം നേരത്തേക്ക് ആലോചിച്ചു. ഇനി എന്താ ഒരു പോംവഴി എന്ന് ആലോചിച്ചുകൊണ്ട് കുറച്ചു നേരത്തേക്ക് അവന്തിക നിൽക്കുകയും ഉടനെ തന്നെ തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് അവന്തിക ആരെയോ വിളിക്കുന്നു. അല്പസമയത്തേക്ക് അവരോട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും തന്റെ ശത്രുവിനെ ഇതോടെ അവസാനിപ്പിക്കുന്നു എന്ന അഹങ്കാരത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവന്തിക അങ്ങനെ നിന്നു. എന്തായാലും അബ്ദുൽ ഖാദർ ഇന്നത്തെ ദിവസം സേതുമാധവനെ കാണാൻ പോകുന്നില്ല എന്ന അഹങ്കാരം ആ മുഖത്ത് ഉണ്ടായിക്കൊണ്ട് അങ്ങനെ അബ്ദുൽ ഖാദറിന്റെയും അർച്ചനയുടെയും നീക്കങ്ങൾ എന്നേക്കുമായി താൻ തടയുകയാണ് എന്ന സന്തോഷത്തിൽ അവന്തിക പുഞ്ചിരിക്കുന്നു.